കൊച്ചി രൂപത KCYM മുൻകാല നേതാക്കളുടെ കൂട്ടായ്മയായ ഫോർമൽ ലീഡേഴ്സ് അലയൻസ് സംഘടിപ്പിച്ച 8ാമത് കുടുംബസംഘവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരവും കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രൂപത KCYM മുൻകാല നേതാക്കളുടെ കൂട്ടായ്മയായ ഫോർമൽ ലീഡേഴ്സ് അലയൻസ് സംഘടിപ്പിച്ച 8ാമത് കുടുംബസംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരവും കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുകയും അത് വിദ്യാർത്ഥി യുവജന സംഘടനകളിലൊക്കെ വളരെ സജീവമായി നിന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നിൽക്കുകയും പിന്നീട് അത് തുടർന്നു പോരുകയും സമുദായത്തിനകത്ത് തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിനപ്പുറത്ത് സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത നിരവധി ആളുകളാണ് ഇന്ന് വിവിധ മേഖലകളിൽ ഉള്ളത്. ചെയർമാൻ ജോളി പവേലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായി 36 വർഷം പ്രവർത്തിച്ച കഴിഞ്ഞ 15 വർഷക്കാലം പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കൊച്ചി നഗരസഭ മുൻ കൗൺസിലർ ജോൺ റിബല്ലോ, കുസാറ്റിൽ നിന്നും കൊമേഴ്സിൽ PhD നേടിയ മരിയ ബോണിഫസ്, കൊച്ചി നഗരസഭ കൗൺസിലർ ജോസഫ് സുമിത്, സംസ്ഥാന സ്കൂൾ കലോത്സവം നാടൻ പാട്ടിലും കവിതയിലും A ഗ്രേഡും 1ാം സ്ഥാനവും കരസ്ഥമാക്കിയ കരാട്ടെ ഇന്റർനാഷണൽ ചാമ്പ്യനുമായ ഒലിവിയ ബിനേഷ് എന്നിവർക്ക് ആദരവ് നൽകി. നീണ്ട 4 വർഷക്കാലം എൻ്റെ കീഴിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഡാൽഫിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പിന്നീട് കൊച്ചി രൂപതയിലെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് രൂപത പ്രസിഡന്റായിരുന്നു. കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷവും ആശംസകളും നേരുകയാണ്. KCYMൽ പ്രവർത്തിച്ച് സമയവും സമ്പത്തുമൊക്കെ നഷ്ടപ്പെടുത്തി അത് നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത് മോശമായി പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ആ സമയത്ത് വേണമെങ്കിൽ നെൽസനെ പോലെ പാർട്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ എത്തിയാനെ. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി, KLCA കൊച്ചി രൂപത പ്രസിഡന്റ് ഡോൾഫിൻ, KCYM കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി, കൺവീനർ ജോർജ് വലിയത്തറ, ബിനീഷ് ചക്കാലക്കൽ, CC ജോർജ്, CB കണ്ടോത്ത്, ബിനോദ് പീറ്റർ, സ്വരാജ് ജോസഫ്, ലിൻഡ ജോസഫ്, നിഷ ഗോഡ്സൺ, സുനന്ദ ബോണി തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറന്റ് ഉണ്ട്.